ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. എനിക്ക് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ അല്ല, പക്ഷേ സ്ഥലം ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾക്കും ഷെയർ ചെയ്യാണ്. സോ ദ ലൊക്കേഷൻ ഈസ് അറ്റ് കോഴിക്കോട് കൊയിലാണ്ടിയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ദ ലൊക്കേഷൻ ഈസ് ഒരു പുണ്യകാവ്, നമ്മൾ കൊയിലാണ്ടി മൂടാടിയാണ് സ്ഥലം. അപ്പം ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ, നമ്മളവിടെ പോയിരുന്ന സമയത്ത് പറഞ്ഞാൽ കുറച്ച് ചേച്ചിമാർ അവിടെ കക്ക വാരുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു ഗോൾഡൻ അവർ എന്ന് നമ്മൾ പറയില്ലേ, സൺസെറ്റിൻ്റെ മുന്നുള്ള ആ ഒരു ഗോൾഡൻ അവേഴ്സാണ്. അധികം വെയിലില്ല, നല്ല കാറ്റായിരുന്നു. ആൻഡ് ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അവിടെ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ, വേറെയും ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കൊന്നുമില്ല, കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇത് അമ്പലത്തിൻ്റെ രണ്ട് സൈഡുകളാണ്. ആൻഡ് ദ വ്യൂ കണ്ടില്ലേ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ തിക്കോടി ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റാണ് നമ്മൾ കാണുന്നത്. ആൻഡ് നമ്മളിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ നടന്നു. നല്ല നല്ല നൈസാണ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര സൂത്തിങ്. നമ്മളിപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് നമുക്ക് ഒരു സൈഡ് ഫുള്ള് പറഞ്ഞാൽ എൻഡ്ലെസ് സീ ആണ്, മറ്റൊരു സൈഡ് അമ്പലമാണ്. എല്ലാവരും അവിടെ വളരെ ഫാമിലീസൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചേട്ടന്മാർ അവിടെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മെല്ലെ അമ്പലത്തിലേക്ക് കയറി. പ്ലാൻഡായിട്ട് പോയതൊന്നുമല്ല, പക്ഷേ ഭയങ്കര റാൻഡമായിട്ട് കയറിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അമ്മയച്ഛനും ഇങ്ങനെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട്, ഞാനും പിന്നാലെ ഫോണായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇത് അമ്പലത്തിൻ്റെ വേറൊരു ഭാഗത്തോടുള്ള എൻട്രി ആണ്. ആൻഡ് കുളവും നല്ല ഭംഗിയുള്ളൊരു കുളമുണ്ട്. ആൻഡ് പിന്നെ കുറച്ച് നേരം കുളത്തിലൊക്കെ ഇറങ്ങി കളിച്ചു, ഞാനും ഇറങ്ങി കളിച്ചു. ആൻഡ് അമ്പലത്തിലേക്ക് പോയി. ആ ഒരു വ്യൂ കണ്ട് എന്തൊരു ഭംഗിയാണ് നോക്കിയേ. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇങ്ങനെ എന്താ പറയുക, എനിക്ക് എടുത്തിട്ടും മതിയാവുന്നില്ല ആ ഒരു സൺലൈറ്റിൻ്റെ ആ സൺസെറ്റിൻ്റെയും ബ്യൂട്ടി. അമ്മയച്ഛനൊക്കെ അങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡ് പാറയാണ്. നമുക്കതങ്ങനെ 4 ഭാഗം നടക്കാൻ പറ്റില്ല, അതിന് പകരം ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങണം. ഓക്കെ. പിന്നെ ഈ അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഉള്ളത് ജലദുർഗയാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ചൂട് പായസം അമ്പലത്തിൽ നിന്ന് കിട്ടി. നമ്മളത് സൺസെറ്റ് വ്യൂവോടുകൂടി ഇരുന്ന് കണ്ട് കഴിച്ച്, എന്താ പറയുക, ഭയങ്കര നല്ല അടിപൊളി പായസമായിരുന്നു. ഓക്കെ. ആൻഡ് നമ്മൾ വരാനാകുമ്പോഴേക്കും നല്ല ഇങ്ങനെ സെറ്റായി ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് എടുത്ത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ കോഴിക്കോട് കൊയിലാണ്ടിക്ക് അടുത്ത് മൂടാടി നോർത്ത് എന്ന് പറയും. അതായത് നമ്മൾ പിഷാരികാവ് അമ്പലം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആ സൈഡിൽ ഒരു പുണ്യകാവ് എന്ന് പറഞ്ഞ ആർച്ച് കാണാം. അവിടെ നിന്നൊരു കുറച്ച് ദൂരമുള്ള ഉള്ളിലേക്ക് പോകാൻ. വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.